ഒരു കാര്യം പറയാം, നിങ്ങളോട് തന്നെ ഒരു കാര്യം പറയാം. ഈ സഹോദരി എന്ത് പോസ്റ്റ് ഇട്ടാലും തെറിയ. എന്താ കാര്യം? എന്താ ഇവർ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് പോകുന്നതാണ്. ഇവർ ജോലിയുടെ ഭാഗമായിട്ട് അല്ലേ എറണാകുളത്ത് വരുന്നത്. ഇവരിഷ്ടമാണ് റീല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണുക, റിവ്യൂ പറയുക, എല്ലാം ഇവരിഷ്ടമാണ്. നിങ്ങളെന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ഒരു വേഡ്സ് ഉപയോഗിക്കുന്നത്, മോശമായ വേഡ്സ്? നമ്മളെല്ലാം കണ്ടില്ല എന്ന് അടിക്കുന്നതല്ലേ? ആണോ ഇല്ലയോ? അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു പ്രേക്ഷകരോട്. അല്ല, ഞാൻ ആരാണെന്ന് അറിയാം അവർക്കെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നമ്മളെ കുറിച്ച് അറിയാം. നമ്മളെല്ലാം പറയുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ വീഡിയോസോ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ തെറി വിളിക്കാൻ വന്നവർ ആരാണെന്ന് പോലും അറിയില്ല. ഫേക്ക് ഐ ഡിയാണ്. അവരുടെ ഒരു ഫേസ് ഉണ്ടാവില്ല, അവരുടെ പ്രൊഫൈല് കറക്റ്റായിട്ടുണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് നമ്മൾ വന്നിരുന്ന് വെറുതെ ചീത്ത വിളിക്കുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം. ഇന്നലെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്നു എന്തോ കമൻറ്റുകൾ. ഈ ആട്ടായി വന്നേ, ആട്ടായത്തിൻ്റെ പറഞ്ഞുകൊണ്ടാണ് ഈ തെറി വരുന്നത് മൊത്തം. നിർത്തിയേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. നീ എന്നെ എന്നെ കൊണ്ടുവന്നത് കാണിക്കാനാ? ഇവിടെ കോപ്രായം കാണിക്കാനാണ് കാണാൻ കൊണ്ടുവന്ന? ഞാൻ ചോദിക്കണതിന് മറുപടി പറയാം. നീ അഭ്യാസം കാണിക്കരുത്. അഭിലാഷ ഞങ്ങളുടെ കാര്യം പറയാം. എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് കോണാത്തിൽ നിർത്താൻ കാണിച്ചാലേ എന്റെ സ്വഭാവം മാറും. അടിച്ച ചെവിക്കല്ലേ മുളിക്കും കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എന്നെ വിളിച്ചു പോളാമെന്ന്. അല്ല, ഞാൻ പറയാം, ഈ പുള്ളിക്കാരി പറഞ്ഞ നീളെ ഇടപെടുന്ന കാര്യം വലിയ വർത്താനം പറയുന്നത് വേണ്ട. നിങ്ങളുടെ വിഷയം എന്താ? നിങ്ങളുടെ വിഷയം എന്താ? ഇവരുടെ ചെവിക്കല ആദ്യം പൊട്ടിക്കണം. ഇവര് ആദ്യം ബോധം വെക്കാനുള്ള മരുന്ന് വെച്ചു ഇവരെ തല്ലാതെ ഇവരെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ വല്ല കണ്ടോ ഇവൻ കാരണം ഇപ്പൊ ഉടക്കണ്ടായി. ഈ സൂത്രധാരൻ നീയാണ് സൂത്രധാരൻ. ആണോ? ആണോ? നിശ്ചയിക്ക് ഇപ്പൊ എന്താ പ്രശ്നമാണ്? നിങ്ങളുടെ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ പ്രശ്നം തീർക്കട്ടാ. ഈ കമന്റ് വന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. കമന്റ് വരുന്നത് ചില സമയത്ത് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന കമന്റുകൾ അങ്ങ് വന്നോണ്ടിരിക്കുന്നത്. അല്ല, ഇന്നലെ ഒരുത്തം വന്നിട്ട് എന്റെ തന്ത ചത്തുപോയിട്ടൊന്നുമില്ല, ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആ തെറി ഇവിടെ പറയാൻ പറ്റില്ല. നേരിട്ട് വന്ന് ചെവിക്കല്ല് ഇടിച്ചു വിടും. ഞാൻ പറയണോ, ഞാൻ വെല്ലു വിളിക്കുന്നു, എന്നെ തെറി പറയണമെന്നുള്ളവർ നേരിട്ട് വരിക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ കിട്ടാനുള്ളത് അത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പോകുക. ഞാൻ ആരുടെ പണം എടുത്തിട്ടോ ഒന്നിനുമല്ല. ഞാൻ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഞാൻ യൂട്യൂബ് ഇവരൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ കണ്ടന്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടല്ല. അതിനുള്ള ആവശ്യത്തിനുള്ള പണമൊക്കെ എൻ്റെ അപ്പൻ എനിക്ക് സമ്പാദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഈ നാട്ടുകാരെന്തിനാണ് എന്നെ തെറി വിളിക്കാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഭ്രാന്താണ്. ഞാൻ പലരോടും ഞാൻ പറഞ്ഞു. അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. മാഹിന് എന്നെ പ്രശ്നം? മാഹിന് ആരെയും തെറി വിളിക്കാൻ വന്നോ? അത് അവിടുത്തെ വിഷയമല്ലേ, അത് കഴിഞ്ഞു പോയില്ലേ? എന്റെ പോലെ ഞാനിന്ന് ഫേക്ക് ഐഡി ഉണ്ടാക്കിയ മാഹിന് ഫേക്ക് ഐഡി തെറി വിളിക്കാൻ പോവാ. അതേ ഉള്ള പരിഹാരം. നിർത്തോ? സുഹൃത്തൊക്കെ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഉണ്ടാക്കണ പരിപാടി ഇവിടെ നിയമമൊക്കെ ഉണ്ട്. ഇവിടെ തള്ളിയൊന്നും ശരിയായില്ലേ? കാരണം ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ എറണാകുളത്ത് കൊണ്ടുവന്ന് നീ പോയാൽ നിൽക്കാം. പോകാൻ നോക്കിയേ ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ ഈ കടയിലിട്ടിരിക്കും. നീ പോയിക്കോ. എന്തായാലും ഈ സഹോദരിയെ ഇനി മുതൽ നിങ്ങൾ ഉപദ്രവിക്കാണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അവർ റീല് ചെയ്തോ, റിവ്യൂ പറഞ്ഞോ, എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. നാട്ടുകാർക്ക് എന്നാ പ്രശ്നം? എന്നാ എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇവർക്ക് എന്നാ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവാത്തതാ.
വായന രണ്ടുപേരും പാട്ട് പാടാനുള്ള അവസരം രണ്ടുപേരും വിളിക്കും. രണ്ടുപേരും പാടിക്കും. ഇനി എന്നെ പാടാനാണ് രണ്ടുപേരും പാടിക്കും. തണുക്കാൻ വേണ്ടിട്ട് ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് ഏതാ? നിന്റെ ബാക്കല്ല കണ്ട ഫ്രണ്ട് കണ്ടിട്ട് പാട്. ചേച്ചിക്ക് വേണ്ടി ആ അല്ലീളം പൂവേ നല്ലീളം തേനു താരിനാരേ താരിരാരേ താരിരീരാരോ ഓക്കെ നല്ല